പല ആവർത്തി പൊത്തീഫറിന്റെ ഭാര്യ ജോസഫിനോട് പറഞ്ഞു. 39-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഷീ കമ്പൾഡ് ഹിം ടു സിൻ. അവൾ ദിനംപ്രതി ജോസഫിനെ പാപം ചെയ്യാൻ നിർബന്ധിച്ചിട്ടും അവളുടെ അരികിൽ ഇരിപ്പാനോ അവളോടൊപ്പം ശയിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ജോസഫിന് പ്രലോഭനങ്ങൾ. നാം ഒറ്റയ്ക്കാണ്, ആരും അറിയില്ല. എന്തുകൊണ്ട് നിനക്കിങ്ങനെ ആയിക്കൂടാ? സാഹചര്യങ്ങൾ അനുകൂലമല്ലേ? എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ജോസഫേ. അങ്ങനെ വിശുദ്ധനാകേണ്ട കാര്യമില്ല. ഇവിടെ നിന്റെ അപ്പനൊപ്പമില്ല, ഇവിടെ നിന്റെ അമ്മ കൂടെയില്ല, നിന്റെ സഹോദരങ്ങൾ ആരും കൂടെയില്ല, നിന്നെ അറിയാവുന്ന പരിചിത മുഖങ്ങൾ ഒന്നും ഒപ്പമില്ല. നീ അങ്ങനെ ചെയ്താൽ പിടിക്കപ്പെടാൻ സാധ്യതയില്ല. നീ ഗ്രഹവിചാരകനാണ്, രാജാവിന് ഇഷ്ടപ്പെട്ടവനാണ്, എന്റെ ഭർത്താവിന് നീ പ്രിയപ്പെട്ടവനാണ്. there are less chances to be caught. നീ പിടിക്കപ്പെടാൻ സാധ്യതയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 12, 13, 14 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് നമ്മുടെ വിരസത മാറ്റാൻ വേണ്ടി, യാത്രയിലെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഉന്തുവണ്ടിയിൽ മദ്യവുമായിട്ട് വരും. ബിസിനസ് യാത്രയാണ്, കൊച്ചുമക്കളുടെ അടുക്കലേക്ക് പോവുകയാണ്. മണിക്കൂറുകളുടെ വിരസത മാറ്റാൻ മദ്യവുമായി വരും. നമ്മുടെ ഉള്ളിലൊരു പ്രേരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. സാരയില്ല, ഈ അല്പം കുടിച്ചാൽ എന്താ കുഴപ്പം? വാനവിധാനങ്ങളിലല്ലേ, ആകാശത്തിലൂടെ പോവുകയല്ലേ, ഭൂമിയിൽ ചെല്ലുമ്പോൾ വിശുദ്ധനാകാം. മുകളിൽ അങ്ങനെ കുഴപ്പമില്ല. അല്പം അടിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നില്ലല്ലോ, എന്റെ പേഴ്സിന് ദൈവം തന്നെ പൈസ ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സാരമില്ലെന്ന് കരുതി പലപ്പോഴും ഈ യാത്രകളിൽ മദ്യം സേവിച്ച പലരും, സേവിക്കാൻ താല്പര്യപ്പെടുന്ന പലരും, ആഗ്രഹിക്കുന്ന പലരുമൊക്കെ ഒരുപക്ഷെ ഈ പകൽക്കാലം ഈ വചന കൂടാരത്തിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ദൈവം ഈ വിഷയം എന്നോട് പറയാൻ ഇന്നെന്നോട് ആജ്ഞാപിച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നിരന്തരമായിട്ട് പ്രേരണകൾ, പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോഴും ജോസഫിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു സാക്ഷ്യം, അവൾ ദിനംപ്രതി നിർബന്ധിച്ചിട്ടും അവളെ ജോസഫ് അനുസരിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റാൻ തീരുമാനിച്ചവൻ പറയുന്നു, ഐ ആം ഗോഡ്സ് ഡ്രീം. ജോസഫ് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഐ സിൻ അഗൈൻസ്റ്റ് മൈ ഗോഡ്? എന്റെ ദൈവത്തോട് എനിക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? സഹോദരങ്ങളുടെ അസൂയക്ക് പാത്രീഭൂതനായി നഷ്ടപ്പെടേണ്ട എന്നെ ഈ കൊട്ടാരത്തിൽ എത്തിച്ച ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് എനിക്ക് വെളിപ്പാട് നൽകിയ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? ഇതൊരു ഉടമ്പടിയുടെ ജീവിതമല്ലേ? This is a covenantal life. Oh, this is a life of covenant. I cannot break my covenant. എനിക്ക് കവനന്റ് ലംഘിക്കാൻ അനുവാദമില്ല. ഇതൊരു ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടി ജീവിതത്തിൽ ഞാനും ദൈവവുമായി ഒരു റെസല്യൂഷൻ ഉണ്ട്. I cannot break that. എന്റെ ബോസ് നിർബന്ധിച്ചാലും, എന്റെ ബിസിനസ് പാർട്ട്ണർ കമ്പൽ ചെയ്താലും, ഞാൻ യൂറോപ്യൻ ട്രിപ്പിൽ ആയാലും, ആരും അറിയാത്ത 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ കമ്പനിയുടെ ചെലവിൽ നീ പാർത്താലും, I am God's dream. I cannot break my covenant with my God എന്ന് ധൈര്യമായി പറയാൻ ആർജവത്വമുള്ള മാർത്തോമാക്കാർ ഈ സഭയിൽ ഉണ്ടാവട്ടെ. You will fulfill God's dream in your life. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, Joseph refused to sin because he knew what sin is.